അടിയില്ല, വെടി മാത്രം. ഒരു 90s കാലഘട്ടത്തിൽ റെട്രോ മൂഡ് എടുത്തേക്കുന്ന ഒരു പടം. ഈ പടത്തിന് വേണം നമുക്ക് ചെറിയ കഥ വലിയ വെടി എന്ന് ടാഗ്ലൈൻ വേണം കൊടുക്കാൻ കേട്ടോ. പടം കാണുന്നവർക്ക് 20 മിനിറ്റ് കൊണ്ട് കഥ മനസ്സിലാകുമെന്ന് ഡയറക്ടർക്ക് തോന്നിയത് കൊണ്ടാണോ അല്ലയോ എന്നൊന്നും അറിയത്തില്ല. പടം ഇതിൽ 2 മണിക്കൂർ കൊണ്ട് തീർത്തു തരുന്നു. ഒരു ആക്ഷൻ ജോണറിൽ ഒരുക്കിയിട്ടുള്ള ഈ പടത്തിന്റെ ഒരു കഥാതന്തു എന്ന് പറയുന്നത് ഉചിതം കാണിക്കാനായിട്ട് ചെന്ന് പണി കിട്ടുന്നൊരു മകൻ ആ അപ്പനെ റിവഞ്ചിനായിട്ട് തന്റെ മറ്റൊരു മകനെ പറഞ്ഞു വിടുന്നത് ചീപ്പിന് പകരം തോക്കുകൊണ്ട് നടക്കുന്ന കുറെ എണ്ണത്തിന് ഇടയ്ക്കോട്ടാണെന്ന് പിന്നെയാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. അത് അപ്പന് മനസ്സിലായി വരുമ്പോഴത്തേനും നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളും അടി ഇടി വെടി പോക്ക നാശങ്ങളെല്ലാം ഒരു ജഗ പോകയായിട്ട് എടുത്തു വെച്ചേക്കുന്നതാണ് പടത്തിന്റെ ഒരു കഥ. തക്കാളിപ്പെട്ടി മറിഞ്ഞു വീണേക്കുന്നത് പോലെ ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കണ്ടതല്ല, നിങ്ങൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ കണ്ടതല്ല, അവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റൈഫിൾ ക്ലബ് കണ്ടിട്ട് അപ്പൊ ഇത്രയും പേര് പടത്തിലുള്ളത് കൊണ്ടും 2 മണിക്കൂർ ആ പടത്തിന് ദൈർഘ്യം ഉള്ളത് കൊണ്ടും ഈ പടത്തിനകത്ത് ആർക്കും ക്യാരക്ടേഴ്സിന് സ്പേസ് കിട്ടാതെ പോകുന്നില്ല. നല്ലപോലെ എല്ലാവർക്കും ക്യാരക്ടേഴ്സ് സ്പേസും കിട്ടുന്നുണ്ട്, അവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, പടം നന്നായിട്ട് പോകുന്നു. ഈ 20 മിനിറ്റ് കൊണ്ട് പടത്തിന്റെ കഥ ഏകദേശം എനിക്ക് മനസ്സിലായത് കൊണ്ട് പിന്നെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡും ഇതിന്റെ മേക്കിങ്ങും അടിപൊളി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയൊക്കെയാണ്. നമ്മൾ നേരത്തെ പടങ്ങൾ കുറെ നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ടും ഈ പടത്തിന് അതിൻ്റെതായ ഒരു ചായ ഉള്ളത് കൊണ്ടും എനിക്കത്ര സുഖിച്ചില്ല. എന്ന് പറഞ്ഞാൽ അത്ര വർക്കായില്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞുകൊണ്ട് ഈ പടം ലാഗായോ ബോറായോ എന്നൊന്നും അല്ല. 80% ആൾക്കാർക്കും പടം വർക്കായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു നോക്ക്, എന്നിട്ട് അഭിപ്രായം പറ. വർക്കായിട്ടില്ലെങ്കിൽ നമുക്ക് 20% ഒരുമിക്കാം. അപ്പൊ ബൈ. പിന്നെ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ്. വിജയരാഘവൻ ചേട്ടൻ, അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ, ദർശന രാജേന്ദ്രൻ, സുരഭി ചേച്ചി, അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഹനുമാൻ കൈൻഡ് ഒക്കെ അടിപൊളി സ്ക്രീൻ പ്രസൻസ് ആ പുള്ളിക്കൊക്കെ. എന്ന് പറഞ്ഞാൽ പുള്ളിയൊക്കെ ആ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളായതുകൊണ്ട് പുള്ളിക്ക് അതുപോലെ ടൈപ്പ് ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അനുരാഗ് കശ്യപ് നല്ല ഒരു നൈസ് വൈബ് ഉള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത്. എക്സ് വിജയന്റെ കംബാക്ക് അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ പാട്ട് എനിക്ക് അത്ര സുഖിച്ചൊന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രഫി ആഷിക് അബു ഒക്കെ തന്നെ ആയിരുന്നു. നല്ല രീതിയിലുള്ള സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. എന്താണ് അതിൽ ഒരു അമൽ നീരത് പടങ്ങൾ കുറെ കണ്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ടെക്നിക്കൽ വൈസ് ഒരു സിനിമയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നത് ബാച്ചിലർ പാർട്ടിയും ഭരത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ ആയിരുന്നു. എന്തായാലും ഇത് കാണാം കേട്ടോ, കാണാനുള്ള സാധനമൊക്കെ ഉണ്ട്. ബൈ.